ജാനകി. ഏയ് ജാനകി, താനെന്താടോ ഈ പൂന്തോട്ടത്തിൽ വന്നിരിക്കുന്നത്? ഞാൻ എവിടെയെല്ലാം നോക്കിയെന്ന് അറിയാത്തല്ലേ? അതൊന്നുമില്ല, ഞാനിവിടെ ചുമ്മാ വെറുതെ വന്നിരുന്നതാ. എന്താ എന്താ കിരീട്ട കാര്യം? അത് പിന്നെ ജാനകി, ഗൗതമായിട്ട് അന്ന് വന്ന് പറഞ്ഞ കാര്യം നീ എന്തെങ്കിലും തീരുമാനം എടുത്തോ? ഗൗരിയുടെ അടുത്തേക്ക് പോകുന്നുണ്ടോ? എല്ലാം മറന്ന് ഞാൻ അയാളെ സ്വീകരിക്കണം എന്നാണോ ഗിരീടിന്റെ അഭിപ്രായം? എനിക്ക് അവനോട് ക്ഷമിക്കാൻ പറ്റില്ല. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം അങ്ങനെയല്ലല്ലോ. അവൻ നീ കൂടുതൽ കുറ്റകൃത്യങ്ങൾ ചെയ്യാതിരിക്കണമെങ്കിൽ നീ എൻ്റെ അരികിൽ എത്തുന്നത് വേണം. അവൻ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ടല്ലോ. ഏട്ടൻ പറഞ്ഞത് കേട്ടില്ല നീ? നീ പോണെന്ന എൻ്റെ അഭിപ്രായം. ഞാൻ ആലോചിച്ചിട്ട് എന്തെങ്കിലും തീരുമാനം എടുക്കാൻ ഗിരീട്ട. പെട്ടെന്നൊന്നും എനിക്കിതിൻ്റെ ഒരു മറുപടി തരാൻ പറ്റില്ല. നീ ആലോചിച്ചിട്ടൊരു തീരുമാനം എടുത്താൽ മതി, ഞാൻ നിർബന്ധിക്കില്ല. പിന്നെ ഞാനൊന്ന് ചോദിക്കട്ടെ, അറിയാനുള്ള മോഹം കൊണ്ടാ നിന്റെ മനസ്സിൽ ഈ ഗിരീട്ടിന് എന്താ സ്ഥാനം? എന്താ ഇതിന് മറുപടി പറയാ ഗിരീട്ട? എനിക്ക് അറിഞ്ഞൂടാ എന്താ പറയണ്ടേന്ന്, എന്താ സ്ഥാനത്തിന് പേര് പറയണ്ടേന്ന്. പക്ഷെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഗിരീട്ടനെ. ഒരിക്കലും മനസ്സുകൊണ്ട് പോലും ഞാൻ ആഗ്രഹിക്കില്ല ഗിരീട്ടനെ വേദനിപ്പിക്കാൻ. പക്ഷെ ഞാൻ കാരണം തന്നെയാണ് ഗിരീട്ടൻ വേദനിക്കുന്നതെന്ന് എനിക്കറിയാം. എനിക്ക് വേറെ വഴിയില്ല. ഗിരീട്ടൻ്റെ ലൈഫിലേക്ക് വരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. മനസ്സിലാവുന്നുണ്ട് ജാനക്കുട്ടി, നിന്റെ മനസ്സിൽ ഞാനുണ്ടെന്ന് അറിഞ്ഞല്ലോ. അത് തന്നെ എനിക്ക് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. നീ എൻ്റെ കൂടെ ജീവിക്കണമെന്നൊന്നും എനിക്ക് ആഗ്രഹമില്ല. നിന്റെ കൂടെ ഞാൻ എന്നും ഉണ്ടാവും, നിന്നെ സംരക്ഷിക്കാനായി. അത് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഗിരീട്ട, ഞാൻ അങ്ങോട്ട് പോട്ടെ. എന്തെങ്കിലും എല്ലാം ഗൗരിക്ക് വിട്ടുകൊടുക്കുക എന്നുള്ള തീരുമാനത്തിലാണോ നീ? ജാനക്കുട്ടി, നീ എവിടെ ഉണ്ടായിരുന്നു? ഞങ്ങളെ പണി ഒളിഞ്ഞു കേൾക്കലായിരുന്നോ നിന്റെ പണി? അതെ, ഞാൻ അവനെ വിട്ടുകൊടുക്കാൻ പോവാ. എന്തേ? നിനക്കിതെന്താണ് പ്രാന്തുണ്ടോ തലയ്ക്ക്? അവനെപ്പോലൊരു മെന്റലിനെ അവളുടെ ജീവിതം നശിപ്പിക്കുമോ അവൻ? പാവല്ലേ കുട്ടി, ഇനി എന്തിനാടാ? ഞാനല്ലല്ലോ അവളായിട്ടെടുത്ത തീരുമാനം തന്നെയത്. എനിക്കതിനെ സപ്പോർട്ട് ചെയ്യാനേ പറ്റുള്ളൂ. കാരണം ഗൗരി, അവൻ ഒരു മനുഷ്യനല്ലേടാ. നീ പറഞ്ഞപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞിരുന്നു അവൻ മനുഷ്യനാണെന്ന്. പക്ഷെ ഇപ്പം ഞാൻ പറയില്ല. എല്ലാവരെയും കൊന്നതിനാളുടെ ഒരുതരം ചെകുത്താനവൻ. എടാ, എല്ലാം അറിഞ്ഞിട്ട് എന്തിനാണ് നമ്മൾ അവനെ കുറ്റപ്പെടുത്തുന്നത്? ഞാനിപ്പോൾ അവൻ ചെയ്തപ്പോൾ അവനിൽ നിന്നെല്ലാം തട്ടിയെടുത്ത് അവൻ്റെ ജീവിതം നശിപ്പിച്ചു കഴിഞ്ഞാൽ ഞാൻ അവനും തമ്മിൽ എന്ത് വ്യത്യാസമാണ് ദശരഥ ഉണ്ടാകുന്നത്? സിമ്പതി, എന്താ കാട്ടിക്കൂട്ട്? ഞാൻ പറയാനാണല്ല, നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവളെ സ്വന്തമാക്കാൻ കിട്ടിയ ഒരു അവസരമായിരുന്നു. ആദ്യം കളഞ്ഞിട്ട് നിൽക്കുക പോട്ടെ. ഞാനൊന്നും പറയുന്നില്ല, ഞാൻ പോവാ. നീ അതിൻ്റെ പാടായി. ഗൗതമേട്ടാ, ഗൗതമേട്ടാ, ഗൗരി റൂമിലില്ലല്ലോ. ഗൗതമേട്ട കണ്ടിരുന്നോ? ഇത്ര നാളും റൂമിന് പുറത്തേക്ക് ഇറങ്ങാത്തവനാ. അവനിത് എങ്ങോട്ട് പോകുന്ന നീ പറയുന്നേ? അവന്റെ അവസ്ഥ ഇപ്പൊ ശരിയല്ലല്ലോ. ഗൗരവേ, ഏട്ടാ, ഞാൻ കേട്ടു. അവൻ എൻ്റെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ല. ഗാഥ, നീ എങ്ങനെ കണ്ടിരുന്നു അവനെ? ഞാൻ ആരും കണ്ടില്ല. കൊച്ചു കുട്ടിന്നല്ലല്ലോ, പോയി അങ്ങ് തിരിച്ചു വന്നോളൂ. ഗാഥേ, നിനക്കിപ്പോഴും അവനോട് ദേഷ്യം മാറിയില്ലേ? എല്ലാം ഞങ്ങൾ തുറന്നു പറഞ്ഞതല്ലേ, എന്നിട്ട് എന്തിനാ നീ? ഗൗരവ് ഒരു പച്ചയായ സ്ത്രീയെ, ഒരു മനുഷ്യ സ്ത്രീ, അല്ലാതെ ദൈവമെന്നല്ല. നിങ്ങളുടെ അനിയൻ ചെയ്ത തെറ്റൊക്കെ ക്ഷമിച്ച് പുറത്ത് അവൻ്റെ മുന്നിൽ സന്തോഷമായി അഭിനയിച്ച് അവനെ സ്നേഹിക്കാൻ. അതാദ്യം മനസ്സിലാക്ക്. നിങ്ങളുടെ അനിയനെ സ്നേഹിക്കാനും കരുതൽ വേണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അതോടൊപ്പം എന്നെയും കൂടി ഒന്ന് മനസ്സിലാക്കണം, എൻ്റെ മനസ്സും കൂടി. ഏട്ടാ, നീ എന്താ ചെയ്യാ? എനിക്ക് പേടിയാവുന്നു. അവൻ അബദ്ധം ചെയ്യും. അയ്യോ, മോനെ കുഴപ്പമൊന്നുമില്ലല്ലോ. വണ്ടി ഇടിക്കാൻ വന്നോണ്ടാ ഞാൻ പിടിച്ചു വലിച്ചത്. മോനൊന്നും പറ്റിയില്ലല്ലോ. എൻ്റെ മോൾക്ക് എങ്ങനെയും സംഭവിച്ചത്? എന്നെ വിട്ടിട്ട് അവള് പോയി. ഒരു ആക്സിഡന്റിന്. മോനൊന്നും പറ്റിയില്ലല്ലോ.
ഒരാളെ നഷ്ടപ്പെടുന്നതിൻ്റെ വേദന അതറിഞ്ഞതായി അമ്മ. ആൻറ്റി, ഞാൻ മോനെ, എൻ്റെ മോളെ ഒന്ന് ആശുപത്രിയിൽ എത്തിക്കും. മോൻ്റെ വണ്ടിയല്ലേ എടുത്തത്. എനിക്ക് വേറെ ആരുമില്ല മോനെ, എൻ്റെ ഈ മോള് മാത്രമേ ഉള്ളൂ. ഈ പണം വെച്ചിട്ട് വല്ല വണ്ടി വരുന്നുണ്ടെങ്കിൽ ആശുപത്രി എത്തിക്കാൻ പറഞ്ഞാൽ മതി. എനിക്ക് നിങ്ങളുടെ മോൾക്ക് വേണ്ടിയുള്ള നേരമൊന്നുമില്ല. എൻ്റെ ഓരോ സമയം വിലപ്പെട്ടതാണ്. മോളെ 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 അയ്യോ എൻ്റെ മോള്, നീ എന്നൊരു കാലത്ത് ഗുണം പിടിക്കുന്നതാ. അനുഭവിക്കും നീ എന്ന അനുഭവം. ശപിക്കുകയാണോ? ഐ ഡോണ്ട് കെയർ. എനിക്കിന്നൊരു പാതകമല്ലാതെ എന്നോട് ക്ഷമിക്കാം. എല്ലാത്തിനും കാരണം ഞാനതിനനുഭവിക്കുന്നുണ്ട്. എന്നോട് ക്ഷമിക്കാം. മോൻ എന്തിനു കരയുന്നു? എൻ്റെ മോള് പോയല്ലേ, അവള് പോയി എന്നെ വിട്ടിട്ട്. നീ എവിടെ പോയിരുന്നതാ? നിങ്ങൾ എവിടേക്ക് നോക്കിയെന്നറിയോ? എന്താണ്? എന്ത് പറ്റി? നീ എന്താണോ? ഏട്ടാ, ഞാൻ എന്തെങ്കിലും പോയേട്ട. എനിക്കില്ല എന്നെ കട്ടടിയും പറ്റാത്ത അവരൊരു മനുഷ്യത്തില്ലാത്തവനായി പോയിട്ട് എന്തുകൊണ്ടേട്ടാ ഞാൻ? ഏട്ടനറിയോ, ഇന്നെന്റെ ജീവൻ ഒരു വണ്ടിയുടെ അടിയിൽ പോകുന്നതായിരുന്നു. ഒരു അമ്മേനെ രക്ഷിച്ചു. പക്ഷെ ആ അമ്മയുടെ മോളുടെ ജീവൻ ഞാൻ എടുത്തതേട്ടാ ഞാൻ. എന്ത് കാര്യം നീ പറയുന്ന? ആരുടെ കാര്യം നീ പറയുന്ന? അതേട്ട, എന്റെ വണ്ടി ഇടിച്ചിട്ട് ആ അമ്മയുടെ മോള് അവനെന്റെ കാല് പിടിച്ച് പറഞ്ഞു കേട്ടാ. മുന്നിൽ ആശുപത്രിയിൽ എത്തിക്കാൻ ഞാൻ കേട്ടില്ല. മുന്നിൽ വെച്ചിട്ടാ കുട്ടിയുടെ ജീവൻ പോയത്. ഞാൻ അവിടെ ഒരു മനുഷ്യത്തെ പോലെ അവരോട് കാട്ടിയില്ലേട്ടാ. പക്ഷെ ഞാനിപ്പോ ജീവനോടെക്കുന്ന അവന് കാരണം അല്ലെങ്കിൽ ആ വണ്ടി എന്നെ ഇടിച്ചത്. ഇന്നേട്ടാ ഞാൻ ഇങ്ങനെ പോയത്. അവരുടെ ജീവൻ എടുക്കാൻ ഞാൻ എങ്ങനെ ശ്രമിക്കുന്നത്? ഏട്ടന്മാർക്ക് എന്നത് കൊന്നു കളയാറുന്നല്ലേ? എന്താ നിങ്ങളിങ്ങനെ സ്നേഹിക്കുന്നത്? ഞാൻ എല്ലാവരുടെ ജീവൻ എടുക്കാൻ വേണ്ടി മാത്രമേ നോക്കുന്നുള്ളൂ. ഗൗരി, നീ ഇതെന്തൊക്കെയായി പറയുന്ന പോലെ? എല്ലാം ശരിയാവും. നീ ചെയ്ത് തെറ്റുക ഇപ്പോഴും നീ മനസ്സിലാക്കുന്നുണ്ടല്ലോ. പോലെ നിന്റെ മാനസികമായ അവസ്ഥ കൊണ്ടല്ലേ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? മനഃപൂർവ്വമല്ലല്ലോ. ഇതൊക്കെ നമുക്ക് ശരിയാക്കാവുന്നതല്ലോ. മനസ്സിൽ വിളിച്ചാൽ മതി. ഞങ്ങളുടെ അനിയോടല്ലടാ നീ. ഞങ്ങൾക്ക് എങ്ങനെയാടാ നിന്നെ വെറുക്കാൻ പറ്റുന്നത്? ഞങ്ങളല്ലേ നിന്റെ കൂടെ എപ്പോഴും. മോളെ ജാനകി, നീ വന്നോ? മോളെ ഗൗരി, അവൻ്റെ അവസ്ഥ വളരെ മോശം. ഭക്ഷണം പോലും മര്യാദയ്ക്ക് കഴിക്കുന്നില്ല. നീ ഒന്ന് പോയി അവൻ്റെ അടുത്ത് സംസാരിക്കാം മോളെ, പ്ലീസ്. അവനൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതായിരുന്നു. പക്ഷെ നീ അതിനകത്ത് കയറി പൂട്ടിയിരിക്കാൻ തുടങ്ങി. 3 ദിവസമായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങൾക്ക് പേടിയായിരുന്നു നിങ്ങളെ. ഏയ്, ഏട്ടൻ എന്തിനാ കരയുന്നത്? ഒന്നും സംഭവിക്കത്തില്ല. ഞാൻ പോയി സംസാരിക്കാം അവളുടെ അടുത്ത്. ഞാൻ ഇപ്പൊ തന്നെ സംസാരിക്കാം. പേടിക്കേണ്ട ഗൗതമേട്ട, എല്ലാം ശരിയാവും. ജാനകി പോയിട്ടില്ലേ അവൻ്റെ അടുത്ത് സംസാരിക്കാൻ? അല്ല, ഗാഥ അവിടെ? അവളിവിടെ ഒന്നും കാണുന്നില്ലല്ലോ. അത് പിന്നെ ഗിരി, അത് അവൾ ആരോടത്തൊപ്പം ഇങ്ങനെ സംസാരിക്കുന്നില്ലടാ. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ പെട്ടെന്ന് ദേഷ്യപ്പെടും. വല്ലാത്തൊരു മാറ്റം ഗാഥയ്ക്ക് സംഭവിച്ചത്. ഗൗരിയോട് ക്ഷമിക്കാൻ അവൾക്ക് ഇപ്പോഴും പറ്റുന്നില്ല. അവനോടുള്ള ദേഷ്യം അവൻ എല്ലായിടത്തും തീർത്തുകൊണ്ടിരിക്കുക. എനിക്കറിയാം അളിയൻ അവളെ കുറിച്ച് ടെൻഷൻ ഉണ്ടെന്ന്. പേടിക്കണ്ട, ഞാൻ അവളുടെ അടുത്ത് സംസാരിക്കാം അളിയ. ഇവളെന്താ ചെയ്യുന്നു? ഡീ ഗാഥേ, നീ എപ്പോ വന്നു? അല്ല, എന്താ ഇവിടെ? എന്ത് ഗാഥ ഇത്? ഒരു അനിയൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് സ്വീകരിക്കുന്നത്? അത് ഒരു അതിഥിയായിട്ട് വന്നു കഴിഞ്ഞാൽ എന്തിനാ വന്നതെന്നൊക്കെയാണ് ചോദിക്കുന്നത്. അല്ല, നീ എന്റെ എത്ര ഗൗരവത്തില് നിന്റെ മുഖത്ത് ആ ചിരി അവിടെ പോയി. അത് കാണാനല്ലേ നല്ല രസം. നീ ഇപ്പൊ എന്തിനാ എന്റെ ചിരി കാണാനാണ് വന്നേ? എന്നാ ഞാൻ ചിരിച്ച് കാണിച്ചു തരാം. അത് കണ്ടിട്ട് നീ അങ്ങ് പൊക്കോ. ഹ്യൂമർ ദേഷ്യത്തിനിടയിലും ഹ്യൂമർ പറയുന്ന എന്തേ ചേച്ചി? നീ ചിരിക്കാതിരുന്ന നീ വേഗം വയസ്സായി പോടി. നീ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നത്? എന്റെ ദേഷ്യത്തിന്റെ അളവെടുക്കാനോ അതോ എന്നെ ചിരിപ്പിക്കാനോ? നീ എന്താ വല്ല ജോക്കറോ? ഒന്ന് ഇറങ്ങിപ്പോടാ. ഇറങ്ങി പോവാനോ? വാദ, നീ ഇത് എന്ത് ഉദ്ദേശിച്ചുണ്ടാ? നിന്നെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതേ അവസ്ഥ തന്നെ ഞാനും കടന്നു പോയിക്കൊണ്ടിരുന്നത് ഇത്ര കൊല്ലമായിട്ട്. പക്ഷെ അതും പറഞ്ഞ് ഞാൻ ആരെയും ശിക്ഷിക്കാൻ ഒരുങ്ങിയിട്ടൊന്നുമില്ല. നീ എത്ര പേര് ഇപ്പൊ വേദനിപ്പിക്കുന്നറിയാം അവനെ ഒറ്റ ഒരാൾക്ക് വേണ്ടിയിട്ട്. അവൻ ചെയ്ത് തെറ്റ് തന്നെയാ. പക്ഷെ അതും പറഞ്ഞ് ഗൗരവമായിട്ട് നിന്നോട് എന്ത് തെറ്റ് ചെയ്തടി? ഗൗരിയോട് എനിക്ക് ദേഷ്യമുണ്ട്. കാരണം എൻ്റെ അടുത്ത് ഗൗരിയെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. അവന് മെന്റൽ ഇഷ്യൂസ് ഉണ്ടെന്നും
ഇങ്ങനെ ഓരോന്നവൻ കാട്ടിക്കൂട്ടുന്നുള്ളതും. പിന്നെ എങ്ങനെയാടാ? അതും പോരാഞ്ഞ് ഗൗരിയോട് ഞാൻ എങ്ങനെ ക്ഷമിക്കുക? നമ്മുടെ അച്ഛനും അമ്മയും. എനിക്ക് ഗൗരിയോട് ക്ഷമിക്കാനൊന്നും പറ്റില്ല കഥ. പക്ഷെ നീ ഇങ്ങനെ ദേഷ്യപ്പെട്ട് എല്ലാവരോടും പെരുമാറി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കിട്ടുന്ന നിനക്ക് തോന്നുന്നുണ്ടോ? എന്തിനാ മോളെ ഇതൊക്കെ? വിട്ടേക്ക്. സോറി ഗിരി, എനിക്ക് പറ്റുന്നില്ലടാ ക്ഷമിക്കാൻ. നീ കരാതിരിക്കെ, എല്ലാം ശരിയാവും. ജാനകി, ജാനകി, ഗൗരിയേട്ടാ. ആ ജാനകി, എന്റെ തോന്നൽ മാത്രം അത്. എന്താ ഗൗരിയേട്ടാ, എന്നോട് വെറുപ്പും ദേഷ്യമാണോ? ഇനി എന്നെ ഉപദ്രവിക്കണോ? ജാനകി, ഇല്ല, എന്റെ ഭ്രമം മാത്രം അല്ലേ? അല്ല ജാനകി, ജാനകി നീ വന്നോ? ജാനകി. ഗൗരിയേട്ടൻ എന്നെ കൊല്ലോ? ഞാൻ ഇതിന് മാത്രം എന്ത് തെറ്റാ ഗൗരിയേട്ടനോട് ചെയ്തെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തെങ്കിലും ഉപദ്രവിക്കാനും വേദനിപ്പിക്കാനും എന്റെ വീട്ടിലുള്ളവരെ കൊല്ലാൻ വരെ ശ്രമിക്കാൻ എന്റെ കുഞ്ഞിനെ നിങ്ങൾ ഇല്ലാതാക്കുഞ്ഞി. ഒരിക്കലും ജാനകി, അങ്ങനെ നീ പറയല്ലേ. നമ്മുടെ കുഞ്ഞെന്നെ സത്യം എനിക്കാദ്യം അങ്ങനെ ഇല്ലാതാക്കാൻ തോന്നിയിട്ടുണ്ട്. കാരണം നീ എന്നിൽ നിന്ന് ആ കുഞ്ഞു കാരണമല്ലോ ആലോചിച്ചിട്ട്. പക്ഷെ ഒരിക്കലും ഞാനത് ചെയ്യില്ല. കാരണം എനിക്ക് ഇഷ്ടം നഷ്ടപ്പെടാൻ ജാനകി. നീ ഇല്ലെങ്കിൽ ഈ ലോകത്തിൽ ഞാൻ ജീവിച്ചിരിക്കില്ല. സത്യമായിട്ടും ഞാൻ എന്തെങ്ങനെയൊക്കെ ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞൂടെ ജാനകി. എന്നാരെങ്കിലും എതിർക്കുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടതിനാണ് തട്ടിപ്പറയ്ക്കാനും എനിക്ക് തരാതിരിക്കുമ്പോൾ എനിക്ക് ദേഷ്യം വരും. എന്തുകൊണ്ടെന്ന് അറിയില്ല. അവരെ ഇല്ലാതാക്കി എന്റെ കണ്ണിനാരും മരിക്കുന്നത്, അങ്ങനെ മരണ വാർത്ത കേൾക്കുന്നത് എനിക്ക് ഒരുപാട് സന്തോഷം നൽകും. എനിക്ക് അറിഞ്ഞൂടാ. ഒരുപാട് ഇരുന്ന് കറിഞ്ഞിട്ടുണ്ട് ഞാൻ എന്തിനെങ്ങനെ ചെയ്യുന്നത്. എനിക്ക് അറിയില്ല ജാനകി. എനിക്ക് നീ പറ്റില്ല. എന്നെ വിട്ട് നീ പോകുന്നു ജാനകി. ഞാൻ പോവില്ല. ഗൗരിയേട്ടനെ വിട്ട് ഞാൻ എങ്ങോട്ടും പോവില്ല. പക്ഷെ എനിക്ക് വാക്ക് തരണം, ഗൗരിയേട്ടൻ ഞാൻ ഉപദ്രവിക്കില്ല, ആരെയും കൊല്ലില്ല എന്നുള്ളത്. ജാനകി ഇവിടുന്ന് മാറി നിന്നപ്പോ ഗൗരിയേട്ടൻ നന്നായി വേദനിച്ചല്ലേ? ഓരോരുത്തർ ഗൗരിയേട്ടനെ ഇല്ലാതാക്കുമ്പോ അവരെ കുടുംബത്തിലുള്ളവർ എത്ര വേദനിക്കുന്നുണ്ടാവുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ തിരിച്ചു വരും, പക്ഷെ അവരാർക്കും തിരിച്ചു വരാൻ പോലും പറ്റില്ല ഗൗരിയേട്ട. ഇല്ല ജാനകി, മനസ്സിൽ ഞാൻ ആരും ഉപദ്രവിക്കത്തില്ല. സത്യമായിട്ടും ഒരിക്കൽ പോലും ഇതിനെ ഉപദ്രവിക്കത്തില്ല. എന്റെ വാക്ക് കേട്ട് ഞാൻ നടന്നോളാം. പക്ഷെ നീ എന്നെ വിട്ട് പോകരുത്. ഒന്നുമില്ല, റിലാക്സ്. ഞാൻ എന്റെ കൂടെ. മിസ്റ്റർ ഗൗരിപ്രസാദ്, താനീ ചീറ്റിംഗ് ആണ് ചെയ്യുന്നത്. എനിക്ക് ആ പ്രോപ്പർട്ടി തരേണ്ടതാണ്. എനിക്കതിൽ ഒരുപാട് നഷ്ടം സംഭവിക്കും. ഞാൻ ആ പ്രോപ്പർട്ടി വിട്ടു തരില്ല. മിസ്റ്റർ മാധവകൃഷ്ണൻ, താങ്കൾ പറയുന്നതെന്ന് മനസ്സിലാക്കണം. ഈ പ്രോപ്പർട്ടി എൻ്റെ പേരിലല്ല, എൻ്റെ വൈഫിൻ്റെ ഫാദറിൻ്റെ പേരിലാണ്. ആൾക്കിത് വിൽക്കാൻ താല്പര്യമില്ല എന്ന് പറയുന്നത്. തനിക്ക് എന്ത് നഷ്ടമുണ്ടെങ്കിലും അത് ഞാൻ തീർത്തു തരാവുന്നതേ ഉള്ളൂ. എൻ്റെ നഷ്ടം തീർക്കാനൊന്നും തന്നെ കൊണ്ട് കഴിയില്ല മിസ്റ്റർ ഗൗരിപ്രസാദ്. എനിക്ക് ആ പ്രോപ്പർട്ടിയാണ് വേണ്ടത്. മിസ്റ്റർ പറഞ്ഞില്ലേ, അത് എൻ്റെ പ്രോപ്പർട്ടിയാണ്. എനിക്കത് തരാൻ താല്പര്യമില്ല. കാരണം അതെൻ്റെ ഫാമിലിയുടെ ഓരോ ഓർമ്മകളും. ആ പ്രോപ്പർട്ടി ഞാൻ വിട്ടു തരില്ല. ഈ മെമ്മറീസിന്റെ കാര്യമൊക്കെ നിങ്ങൾക്ക് മുന്നറിയാവുന്നതല്ലേ. എനിക്കത് അത്ര ഇമ്പോർട്ടൻ്റ് ഉള്ള പ്രോപ്പർട്ടിയാണ്. ഐ എം സോറി മിസ്റ്റർ ഗൗരിപ്രസാദ്. താനത് വിട്ടു തരുന്നില്ലെങ്കിൽ എനിക്കത് മേടിക്കാൻ അറിയാം. ഒന്നാമത് ഞാനത് എനിക്കത് വിറ്റത്. പക്ഷെ അതിന്റെ യഥാർത്ഥ അവകാശി എൻ്റെ അച്ഛനാണ്, എൻ്റെ വൈഫിൻ്റെ അച്ഛൻ. നിന്നിൽ നിന്ന് തിരിച്ചു മേടിക്കാൻ എനിക്കറിയാം. ഓഹോ, എന്നാ നീ എന്നെ തിരിച്ചു മേടിക്കും. മിസ്റ്റർ ഗൗരിപ്രസാദിന് ഈ മാധവകൃഷ്ണ ഏക്ക് ആരാണെന്ന് ശരിക്കും അറിയാൻ പോകുന്നേ ഉള്ളപ്പോ. സോറി അച്ഛാ, ഞാൻ കാരണം ഇതൊക്കെ സംഭവിച്ചെന്നറിയാം. ഏക്കെ പറഞ്ഞത് കാര്യമാക്കണ്ട. ഏക്കയുടെ നിന്ന് ആ പ്രോപ്പർട്ടി തിരിച്ച് ഞാൻ മേടിച്ചു തരാം. മേടിച്ചെന്നാ അത് നിനക്ക് തന്നെ നന്ന്. നീ എന്നോട് ചെയ്തതും എൻ്റെ മോളോട് ചെയ്തതും എനിക്ക് മറക്കാൻ പറ്റില്ല. എന്നോട് ക്ഷമിക്കാൻ എനിക്ക് പറ്റില്ല. പക്ഷെ എൻ്റെ മോൾക്ക് വേണ്ടി നിനക്ക് നിന്റെ കൂടെ നിൽക്കുന്നത്. എൻ്റെ മോള് ഇനി കരയാൻ ഇടവരരുത്. അവൾക്ക് നീ കാരണം എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ നിന്നെ കൊല്ലാൻ ഞാൻ രണ്ടാമതൊന്നും ചിന്തിക്കില്ല മിസ്റ്റർ ഗൗരിപ്രസാദ്. എന്താ ചേച്ചി, കുട്ടി ഒരു ഫുട്ബോളുകാരനാവുള്ളൂ. എന്തൊരു ചവിട്ടുന്നെന്ന് അറിയും. ആഹാ, ഇന്ന് എഴുതിയത് കുട്ടികളൊന്ന് വയറ്റിക്കിടുന്ന കുറച്ച് ചവിട്ടും കുത്തൊക്കെ ഉണ്ടാവും. അതിനപ്പേക്കും ഫുട്ബോളുകാരനാക്കിയോ?
നീ എന്തിനാണ് ഇവിടെ കുത്തിരിക്കുന്നത്? ഒന്നാമത് പെമ്പിള്ളേരെ ഇരിക്കുന്നിടത്ത് നിനക്ക് എന്താ കാര്യം? നിനക്ക് മര്യാദയ്ക്ക് ഓഫീസിൽ പൊക്കൂടെ? മാടിയും പിടിച്ചിരിക്കാവേ, എന്നിട്ട് വലിയ വർത്താനത്തിന് നിൽക്കും. ഇതങ്ങനെയോ? എന്റെ കാലൊന്നും വിളിക്കുന്നു പറഞ്ഞു നിന്റെ അനിയനെ എന്റെ ഇവിടെ പിടിച്ചിരുത്തിയത്. എന്നിട്ട് പെണ്ണ് കുറ്റം പറയാൻ വരുന്നു. ഒന്നാമത് ഞാൻ ഇവിടെ ഇരിക്കും. നീയൊക്കെ പെണ്ണ് കുളത്തിൽ ആരും കൂട്ടിയിരിക്കുന്നു. എടാ, ഞാൻ നിന്റെ ചേച്ചി എന്നുള്ളൊരു വിചാരങ്ങളും വേണ്ടടാ. പ്രായത്തിന് മൂത്തെന്നുള്ള ഒരു ബഹുമാനം തരുന്നില്ല. നീയൊക്കെ എങ്ങനെ നന്നവനടാ? നിന്റെ കാല് ഒരെണ്ണല്ല മറ്റത് ഉളുക്കൂടാ. എന്താണ് ഇവിടെ ബഹളം? പുറത്തേക്ക് കേൾക്കാനുണ്ടല്ലോ. അത് വേറൊന്നല്ല, കുഞ്ഞു വയറ്റി കിടന്ന് ഒന്ന് ചവിട്ടി. അതെന്റെ സത്യം കേട്ടോ, എന്റെ കുഞ്ഞു വയറ്റി കിടന്ന് ചവിട്ടിയോ? എന്നാ ഫീൽ എനിക്കൊന്നും അറിയണല്ലോ. ഞാൻ എന്ത് തൊട്ടൊക്കെ എല്ലാവരും കൂടി ഒരുമിച്ചാണല്ലോ പറയില്ലേ. എന്തായാലും ഗൗരി, നീ തൊട്ട് നോക്ക്. ബേബി, ഡാഡിത് എന്ത് പറ്റി? നീ എന്നോട് റെസ്പോണ്ട് ചെയ്യാത്ത? അമ്മേനെ വേദനിപ്പിക്കണ്ട കേട്ടോ. ഡാഡ അമ്മേനെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുള്ളതാ. എനിക്കൊരു റെസ്പോൺസ് പോലും തരുന്നില്ല. നീ മാറി നിൽക്ക്, ഇനി ഞാൻ നോക്കട്ടെ. എൻ്റെ അടുത്ത് റെസ്പോണ്ട് ചെയ്യും. ബേബി, ഞാൻ ആരാണെന്ന് നീ പിന്നീട് അറിയുന്നുള്ളൂ. ഇന്ന് ചവിട്ടുന്നു. ഗൗരവ്, എന്നോട് ഇപ്പോഴും ദേഷ്യമുണ്ടോ നിനക്ക്? ഗാഥ, എനിക്ക് നിന്നോട് ഒരു ദേഷ്യമില്ല. നിന്റെ ഭാഗത്ത് ഞാനായിരുന്നാലും ഇങ്ങനെയൊക്കെ ചെയ്യത്തുള്ളൂ. നീ ആരുടെ ഓരോ നാളെയൊക്കെ ഉണ്ടോ കേട്ടോ. ഇതെന്താ ഇവിടെ ലേറ്റ് ചെയ്താൽ നിന്നിട്ട് കരയുന്നത്? എന്ത് പറ്റി ഗൗരിയേട്ടാ? എന്താ? എനിക്ക് ദേഷ്യം വരുന്നു. അവനോട് എനിക്ക് ദേഷ്യം വരുന്നു. എനിക്ക് കൊല്ലാൻ തോന്നുന്നു. എനിക്ക് പിടിച്ചു നോക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് റൂമിനകത്ത് വന്നിരുന്നു. എനിക്ക് നല്ല വേദനിക്കുന്നു ജാനകി. എന്റെ കുഞ്ഞ് അവനോട് മാത്രം എന്തിനാ റെസ്പോണ്ട് ചെയ്ത്? എന്റെ കുഞ്ഞിനെ വെറുക്കുകയാണ്. ഗൗരിയേട്ട, അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ. ഗിരിയേട്ടനൊന്നും ചെയ്യല്ലേ ഗൗരിയേട്ട. കുട്ടികളാകുമ്പോൾ അത് വയറ്റിനകത്ത് എപ്പോഴും ചവിട്ടത്തൊന്നുമല്ല, എപ്പോഴും നിലയ്ക്കാം. അത് ഗിരിയേട്ടൻ വെച്ച സമയത്ത് ചവിട്ടിയെന്നുള്ളൂ. അല്ലാതെ ഗൗരിയേട്ടനോട് കുഞ്ഞിന് ഒരു ദേഷ്യം ഉണ്ടാവില്ല. എന്തിനെങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? അഥവാ എന്തെങ്കിലും ചെയ്യാൻ തോന്നുന്നെങ്കിൽ എന്നെ ഹാക്കിയതേക്ക്. ഒന്നുമില്ല, ഞാനില്ലേ, ഞാൻ എപ്പോഴും ഉണ്ടാവും. ഒരിക്കലും ഗിരിയേട്ടനെ വിട്ട് പോവില്ല. ഗിരി, നീ എന്താ ഈ നേരത്ത് ഇവിടെ? വെറുതെ ഈ പ്രകൃതി ഭംഗിയൊന്ന് കാണാൻ ഇറങ്ങിയിടാ. ശരിയാ, ഈ സൂര്യൻ ഉദിച്ചു വരുന്നുള്ള ഈ വെളിച്ചത്തിൽ ഈ പ്രകൃതിയെ കാണാൻ നല്ലൊരു സ്വർണത്തിന്റെ കളറാ. നല്ല ഭംഗിയുണ്ട് അല്ലേ? അതെ. എന്താ ജാനകി എണീറ്റില്ലേ? നീ എന്താ എണീറ്റ് പോന്നെ? അവള് നല്ല ഉറക്കാണോ? ഉറക്കം തന്നെയാ, എഴുന്നേറ്റിട്ടില്ല. എന്തായാലും നിന്നെ കണ്ടതാ നന്നായി. എനിക്കൊരു കാര്യം ചോദിക്കണമായിരുന്നു. എന്താ നിനക്ക് ചോദിക്കാന്? ഇന്നലെ ഉണ്ടായ സംഭവമാണെങ്കിൽ അത് നീ മനസ്സിൽ കൊണ്ട് നടക്കരുത്. എനിക്കറിയാം, ജാനകി എൻ്റെ അടുത്ത് പറഞ്ഞു. വിഷമമുണ്ട് സാറേ. നിന്റെ മനസ്സിൽ ജാനകി ഇപ്പോഴും ഉണ്ടല്ലേ? ജാനകിയോടുള്ള എൻ്റെ പ്രണയം ഒരിക്കലും മായില്ല. അത് മായാതെ എൻ്റെ മനസ്സിൽ തന്നെ അങ്ങനെ കിടക്കും. അതെനിക്ക് ഉറപ്പാണ്. എനിക്കറിയാം നീ ഒരുപാട് അവളെ സ്നേഹിക്കുന്നുണ്ടെന്ന്. അവളുടെ മനസ്സിൽ നിനക്കൊരു സ്ഥാനമുണ്ട്. എനിക്ക് പോലും അങ്ങനൊരു സ്ഥാനമുണ്ടെന്ന് എനിക്ക് സംശയമാണ്. നീ ആവശ്യമില്ലാത്ത ചിന്തിക്കണ്ട. അവളിപ്പോൾ നിന്റെ കൂടെ നിൽക്കാൻ കാരണം നിന്നെ അവൾ സ്നേഹിക്കുന്നുണ്ട. പിന്നെ എൻ്റെ സ്ഥാനം അത് നിനക്കൊരിക്കലും മാറ്റാനും ആ സ്ഥാനത്തേക്ക് നിനക്ക് വരാനും കഴിയില്ല. ഇനി നീ അവളെ ദ്രോഹിക്കരുത്. അവളുടെ സംരക്ഷണത്തിനായി ഞാൻ എന്നും അവളുടെ കൂടെ ഉണ്ടാവും. അത് നിനക്കറിയാലോ. പിന്നെ നീ ചെറുപ്പത്തിൽ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. നിന്റെ കുഞ്ഞ് അതുപോലെ ഒന്ന് അനുഭവിക്കാൻ ഇടവരരുത്. നിങ്ങൾ കുടുംബമായിട്ട് സന്തോഷത്തോടെ ജീവിക്കണം. മനസ്സിലാവുന്നുണ്ടല്ലോ നിനക്ക്? ഗിരി, ഞാൻ എന്നോട് എല്ലാത്തിനും ക്ഷമ ചോദിക്കാം. നീ ക്ഷമ ചോദിച്ചുകൊണ്ട് ഞാൻ ചെയ്തതിനൊന്നും പരിഹാരമാവില്ലെന്നറിയാം. നീ എന്ത് ശിക്ഷ തന്നാലും ഞാൻ സ്വീകരിക്കാം. നിനക്കെന്നോട് പ്രതികാരം വീട്ടണമെന്ന് വീട്ടാം. എന്ത് പ്രതികാരം ഞാൻ എൻ്റെ അടുത്ത് വീട്ടേണ്ടത്?
ഞാൻ എൻ്റെ കുടുംബം നശിപ്പിച്ചും ജാനകി നിന്നെ നിന്ന് തട്ടിപ്പറിച്ച് അല്ലെങ്കിൽ നിന്നെ കൊല്ലാൻ ശ്രമിച്ചുകൊണ്ടൊക്കെ എനിക്ക് എന്ത് നേട്ടം കിട്ടും? നിന്നെ ഇല്ലാതാക്കിയിട്ട് എൻ്റെ അച്ഛനമ്മ എനിക്ക് തിരിച്ചു കിട്ടും? ഇല്ലല്ലോ. നീ അതൊക്കെ വിട്. എന്തായാലും നീ നല്ലപോലെ ജീവിക്കുക. എൻ്റെ ജാനകുട്ടിയെ വേദനിപ്പിക്കാതെ നല്ലപോലെ നോക്കുന്നു. ഇത് കഴിക്കുന്നേട്ടാ. ഇവിടെ ഗൗരി തിന്നോടാത്. ഇവിടെ അവളോടെ പ്രഗ്നന്റ് നീയല്ല. വാരി വെച്ച് തിന്നത് അവൾക്ക് കൂട്ടി കൊടുക്കും. എന്താ സൈമൺ കുരിശിക്കിന് വേണ്ടത്? ഈ സൈമൺ കുരിശിക്കിന് മാധവകൃഷ്ണയായിട്ട് ഒരു പാർട്ട്ണർഷിപ്പ് വേണം. മിസ്റ്റർ ഗൗരിപ്രസാദിനെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ഒരു പാർട്ട്ണർഷിപ്പ്. എന്താ ഏകയ്ക്ക്? ഓ, എന്റെ നേരെ വെള്ളക്കൊടിയും നീട്ടി തീ വന്നത് അവന് വേണ്ടിയാണല്ലേ? അവനെ കൊല്ലാൻ നിന്റെ ഒരു ആവശ്യം എനിക്കില്ല. എനിക്ക് പ്രതികാരമുണ്ട്. എന്നെ ചതിച്ച് ആ പ്രോപ്പർട്ടി അവൻ തിരിച്ചെടുത്തത്. പക്ഷെ നിനക്കെന്താ അവനോട്? എന്റെ കണ്ണിന് കാഴ്ച കിട്ടാൻ വേണ്ടി മാത്രമേ ഞാൻ കാത്തിരുന്നത്. എനിക്കിപ്പോൾ അത് നടന്നു. ഇനി എന്റെ മുന്നിൽ യാചിച്ച് കരയുന്ന ഗൗരിപ്രസാദിനെ എനിക്ക് കാണേണ്ടത്. ശരി, എന്തായാലും നിനക്കും എനിക്കും ഗൗരിപ്രസാദിന്റെ ജീവനാണ് വേണ്ടത്. എന്നാ നമുക്കൊരു കയ്യൊപ്പങ്ങ് ചെയ്യാം. ദാ ഇത് കുടിക്കും. ഓ, താങ്ക് യു വെരി മച്ച് ചേക്കി. തനുവടുത്തി, വണ്ടി കൊണ്ടുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ. കുണ്ടിലും കുഴിയിലൊന്നും ചാടിക്കരുത്. ജാനിക്കുട്ടിക്ക് അത് ബുദ്ധിമുട്ടാവും. എനിക്ക് മീറ്റിംഗ് വന്ന കാരണം, അല്ലെങ്കിൽ ഞാനും വന്നതിനെ കൂടെ. എടാ നീയൊന്നും ഞാൻ നോക്കിക്കോളാം അവളേനെ. ചിന്താടി. ഓ നോക്കണം, ഞാൻ വേഗം തന്നെ വരാൻ നോക്കാം. എത്രയും പെട്ടെന്ന് ആ മീറ്റിംഗ് കഴിച്ചിട്ട് ഞാൻ ചടപടയിൽ എത്താൻ നോക്കാം. ജാനിക്കുട്ടി ശ്രദ്ധിക്കണം കേട്ടോ. ശരി എടുത്തി, ഞാൻ ശ്രദ്ധിച്ചോളാം. ഓ എൻ്റെ അമ്മോ, ആ പെണ്ണിൻ്റെ വായനാവ്. അവള് വിചാരിക്കുന്നത് എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ലെന്നാ. എടാ ഗൗരി, നിനക്ക് നിന്റെ ഏട്ടനും കൂടി ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്താൽ പോരെ? ഈ ഞാൻ വരണമെന്നുണ്ടോ? ഇപ്പൊ ജാനക്കുട്ടിയും ഏട്ടനും കൂടി ഒറ്റയ്ക്കല്ലേ പോയിരിക്കുന്നത്? എന്നെക്കാട്ട് ശുഷ്കാന്തിയാണല്ലോ ഏട്ടത്തിക്ക് എന്റെ കാര്യയുടെ കാര്യത്തില്. എടുത്ത് ഞങ്ങൾ വേഗം പറഞ്ഞുവിടാം. ഇപ്പൊ വണ്ടി എടുക്കാൻ നോക്കും. ആ കനിയെടുത്തി, മീറ്റിംഗ് കഴിയാറായിട്ടുള്ളൂ. ഞാൻ കഴിഞ്ഞ ഇപ്പൊ തന്നെ ഇറങ്ങാം. എന്താ എടുത്ത് എന്താ ഈ പറയുന്നത്? ഗിരി, ഗൗരി ജാനകി കാണുന്നില്ലെന്ന് എടുത്തിപ്പോ വിളിച്ചു പറഞ്ഞേ. ജാനകി കാണുന്നില്ലെന്നോ? എന്താ എടുത്ത് പറയുന്നത്? അവളിവിടെ പോവാനോ? ഈശ്വരന്റെ മോള്, നീ ശരിക്കും ചോദിച്ചോ? അവിടെ എന്തെങ്കിലും നോക്കാൻ പറ്റും എടുത്തോട്? എടുത്തെല്ലായിടത്തും നോക്കിയെന്ന് പറഞ്ഞ എവിടെയും കാണുന്നില്ല. എന്തിപ്പോ ചെയ്യാൻ? ഞാനും പോവേണ്ടതായിരുന്നു അവരുടെ കൂടെ. ഗാഥ ഒന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല. അവിടെ തന്നെ ഉണ്ടാവും. തന്നടുത്തേക്ക് ശരിക്കും കാണാനിട്ടായിരിക്കും. നമുക്ക് പോവാങ്ങോട്ട്. നീ റിലാക്സ് ആയിട്ട് ഇരിക്കുക. ആ അതന്നെയാ ഗാഥ, നീ കരയാതിരിക്കുക. എടാ ഗൗരി, നിന്റെ ഫോണിന്റെ സൈലന്റിൽ എടുത്തിരുന്ന മുഖത്തല്ല ബെല്ലടിക്കുന്ന ജാനക്കുട്ടി ഒരുക്കിയിരിക്കും. ഫോൺ എടുക്കാൻ. ഹലോ, അതെ. വാട്ട്? എന്റെ ജാനകി എവിടെ? താൻ ആരാ? നീ? ഞാൻ വരാം, ഞാൻ ഇപ്പൊ തന്നെ വരാം. ആ മാധവകൃഷ്ണൻ വിളിച്ചത് അവനെ ജാനകി തട്ടിക്കൊണ്ടു പോയത്. അവന്റെ കയ്യിലുണ്ട് അവള്. എന്റെ ജാനകിക്ക് എന്തെങ്കിലും സംഭവിച്ചാ ഈ ഗൗരിപ്രസാദാന്ന് അവൻ ശരിക്കും അറിയും. അവൻ ഇത്രയും ധൈര്യം. ജാനകിയുടെ മേത്ത് ഒരു പോരില്ലെങ്കിൽ അഹങ്കാരം വീണിട്ടുണ്ടെങ്കിൽ കൊന്നു കളയണവനെ. ഗാഥാ, നീ എടുത്തിടത്തേക്ക് പൊക്കോ. ഞങ്ങളും ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് വരാം. നമ്മുടെ കുടുംബത്തെ തൊട്ടതിന്റെ അവസാനമായിരിക്കും. നാളെ നീ വീട്ടിലേക്ക് ചെല്ലേ, അവൾക്കൊന്നും വരില്ല. മാധവകൃഷ്ണ, എവിടെയാണോ നീ? എന്റെ പെണ്ണ്, എന്റെ ജാനകി എവിടെ? അവൾക്ക് എന്തെങ്കിലും സംഭവിച്ച ഈ ഗൗരിയാണെന്ന് നീ ശരിക്കും അറിയൂ. ഓ മിസ്റ്റർ ഗൗരിപ്രസാദ്, നമ്മൾ തമ്മിലുള്ള കോൺട്രാക്ട് ഇല്ലേ, അതൊന്ന് ശരിയായി കെട്ടിക്കഴിഞ്ഞാൽ തന്റെ ഭാര്യനെ സേഫ് ആയിട്ട് തന്റെ കയ്യിൽ ഏൽപ്പിക്കാം. ആദ്യം എനിക്ക് ആ കോൺട്രാക്ട് ഒന്ന് സൈൻ ചെയ്തതാ, ആ പ്രോപ്പർട്ടി. ഇടോ, തനിക്ക് ഞങ്ങൾ എന്ത് വേണമെങ്കിലും തരാം.
ഇത് ആ കളിക്കുന്ന 2 പേരുടെ ജീവൻ വെച്ചിട്ടാ അവളുടെ വയറ്റിലൊരു കുഞ്ഞുകൂടെ ഉണ്ട്. മദർ പ്ലീസ്, കാത്തിരുന്നിട്ട് ഞങ്ങളുടെ വീട്ടിൽ ഒരു കണ്ണടി വരാൻ പോകുന്നത്. പിന്നെ എന്റെ അനിയത്തി അവൾ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. അത് എന്റെ മോള് പാവം, അവള് വെറുതെ വിട്ടേക്ക്. ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് അവള്. ഇപ്പൊ അവളുടെ ജീവിതത്തിൽ ഒരു സന്തോഷം വരില്ല. എന്റെ മോളെ തിരിച്ചു വന്നത് തനിക്ക് ആ പ്രോപ്പർട്ടി ഒന്നും വേണ്ട, ഞാൻ എവിടെ വേണമെങ്കിലും ഒപ്പിട്ട് തരാം, താൻ എടുത്തോ, എനിക്കിന്റെ മോളെ മതി. മാധവകൃഷ്ണ, ജാനകിയുടെ അവളുടെ ദേഹത്ത് ഒരു പോരെങ്കിലും ഈ കാര്യം വീണിട്ടുണ്ടെങ്കിൽ കൊല്ലും ഞാൻ നിന്നെ. വീട്ടിലുള്ളവർക്കൊക്കെ ഇത്ര ഇമ്പോർട്ടൻ്റ് ആണോ മിസ്സസ് ജാനകി ഗൗരിപ്രസാദ്? നീയോ? സൈമൺ, നീയും കൂടി ചേർന്നിട്ടാണല്ലേ എന്നോട് പ്രതികാരം വീട്ടാൻ ഇറങ്ങിയതാണോ? എന്റെ പെണ്ണിനെ വെച്ച് നിന്നോട് പ്രതികാരം വീട്ടാൻ തന്നെ എത്ര മാസമായി ഞാൻ കാത്തിരിക്കുന്നറിയോ? എന്റെ ഈ കണ്ണിന് ഈ കാഴ്ച കിട്ടാൻ വേണ്ടി, നിന്നെ കാല് പിടിച്ച് കരയുന്ന കാണാൻ വേണ്ടി. നിനക്ക് എന്നോട് എന്ത് പ്രതികാരം വേണ്ടി ഏൽപ്പിക്കോ? എന്റെ ജാനകി വെറുതെ വിട്ടേക്ക്. ദാ സൈൻ ചെയ്ത് തന്നിട്ടുണ്ട്, പ്രോപ്പർട്ടി നിങ്ങൾ എടുത്തോ, ഞങ്ങൾക്കൊരു വിരോധമില്ല. ജാനകി ഇവിടെ. വിട്ടു തരാം. തന്റെ ഭാര്യ ഒരുപാട് സുന്ദരിയാണല്ലോ, അത്ര പെട്ടെന്ന് അങ്ങനെ വിട്ടു തരും? എത്ര ധൈര്യമുണ്ട് നിനക്ക്? ജാനകി എഴുതിയിട്ട്, ജാനകി നിനക്ക് കുഴപ്പമൊന്നുമില്ല? ജാനകി നീ ഓക്കെ അല്ലേ? ഇല്ല ഗിരേട്ട, കുഴപ്പമില്ല, ചെറിയൊരു പെയിൻ വരുന്നുണ്ട്. കുടുംബത്തിൽ ആരെങ്കിലും ഒരാളെ ഞാൻ കൊന്നിരിക്കൂല. അവസാനം ഇതിലൊരുത്തണ്ട്. ജാനകി, ജാനക്കുട്ടി കണ്ണു ഓർക്കും. ജാനക്കുട്ടി എത്ര ധൈര്യമുണ്ടോ? എന്ത് തെറ്റോടാ അവള് എന്നോട് ചെയ്തത്? നീ ജീവനോട് ഇന്നത് ശരിയാവില്ല മിസ്റ്റർ മാധവ് കൃഷ്ണ. ഈ പേപ്പറിലൊന്ന് സൈൻ ചെയ്യണം. കുറച്ച് ക്രിട്ടിക്കലാണ് കണ്ടീഷൻ. പിന്നെ കുട്ടീനെ അമ്മേനോ ആരെങ്കിലും ഒരാളെ മാത്രമേ ഞങ്ങൾക്ക് രക്ഷിക്കാൻ കഴിഞ്ഞെന്ന് വരുള്ളൂ. എന്തായാലും നിങ്ങൾ പ്രാർത്ഥിക്കൂ, ദൈവത്തിൻ്റെ കയ്യിലെല്ലാം. സൈൻ ചെയ്തു തരൂ, സർജറി ചെയ്യണം. അങ്ങനെ എനിക്ക് എൻ്റെ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടു. ഇനി ജാനകിയോടി അതെൻ്റെ നേരെ വന്ന ബുള്ളറ്റ് അല്ലേ, എന്തിനാണ് അത് ഏറ്റുവാങ്ങിയത്? നീ കരയാതിരിക്കണ, ഒന്നും പറ്റില്ല അവൾക്ക്. ഈ ഗൗരിപ്രസാദ് ഇവിടെ ജീവനോടല്ലേ, അപ്പൊ ജാനകിക്കുട്ടിക്ക് ഒന്നും വന്നിട്ടുണ്ടാവില്ല. വെള്ളത്തിൽ റിമൂവ് ചെയ്തിട്ടുണ്ട്, ബ്ലീഡിംഗ് എപ്പോഴും നിന്നിട്ടില്ല. പിന്നെ കൺഗ്രാജുലേഷൻസ്, പെൺകുട്ടിയാണ്. പിന്നെ ആ കുട്ടിയുടെ കാര്യത്തിൽ ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റില്ല. ആ കുട്ടി ഇപ്പൊ കണ്ണു തുറന്നിട്ട് ഹസ്ബൻഡിനെ കാണുമെന്ന് പറയുന്നുണ്ട്. താങ്കൾ പോയി കണ്ടോളൂ, അധികം സംസാരിച്ച് ബുദ്ധിമുട്ടിക്കണ്ട. കാരണം ആ കുട്ടിയുടെ പൾസ് നന്നായി കുറഞ്ഞു വരിക ചെയ്യുന്നത്. ഞങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്നൊരു പിടുത്തമില്ല. താങ്ക് യു ഡോക്ടർ. എൻ്റെ മോളാക, എൻ്റെ മോള് ഗിരി, എൻ്റെ മോളെ നീ പിടിക്കാൻ. നിന്റെ കയ്യിലുള്ള സുരക്ഷിതയായിരിക്കുന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. ഞാൻ ജാനകിയെ കാണാൻ പോവാം. അവളുടെ അടുത്തേക്ക് പോകേണ്ട സമയമായി എനിക്ക്. നീ ഇവിടെ നല്ലപോലെ നോക്കണം, നീ പിടിക്കേ. നീ എന്താണോ പറയുന്നത്? നീ കേട്ട് പോകുന്ന പോലെ നീ അവളെ കണ്ടിട്ട് വാ, അവളെ തിരിച്ചു കൊണ്ടുവാ. നീ ചെല്ലും, ഞാൻ എൻ്റെ പൊന്നാര മോളെ നോക്കിക്കോളാം. ഇവിടെ എൻ്റെ കൂടെ മോളെ നേടാം, ഇവിടെ സുരക്ഷിതമായി നോക്കിക്കോളാം. നീ പോയിട്ട് വാ.
ജാനകി നമ്മുടെ മോള് ഞാൻ ഒന്നേ കണ്ടുള്ള അവളാണ്. അവൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. അവളിപ്പോ എവിടെയാ? അവൾക്കൊരു കുഴപ്പമില്ല. അവള് ശരിക്കും എന്നെ പോലെ സുന്ദരിയാണ് എൻ്റെ മോള്. അവള് സുരക്ഷിതമായ ഒരാളുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് വന്നത്. ഗിരിയുടെ കയ്യിൽ. ഇനി എനിക്കൊരു തിരിച്ചു വരവില്ലെന്ന് എനിക്ക് തോന്നുന്നത് അല്ലേ? എന്താ ഈ പറയുന്നത്? ഈ ജാനകി ഇല്ലെങ്കിൽ ഈ ഗൗരി ഇല്ലെന്ന് നിനക്ക് അറിഞ്ഞൂടെ? എന്താ ജാനകി ഇത്? ഗൗരിയേട്ടന് സത്യം പറയൂ. ഗൗരിയേട്ടന്റെ മനസ്സിൽ ഈ ജാനകിക്കുട്ടിയുടെ സ്ഥാനം എന്താ? എന്നെ പ്രണയിച്ചിട്ടുണ്ടോ? എനിക്കറിയാം നീ ചോദിക്കുന്നത് എന്തുകൊണ്ടാണെന്ന്. നിന്നെ തല നിർത്തി എനിക്ക് ഉത്തരം പറയാനുള്ള അറിയത്തില്ല. എന്നാലും പറയാം, എനിക്കിഷ്ടം ഒരുപാട് തന്നെ. ആദ്യം നിന്നോടൊരു അട്രാക്ഷൻ മാത്രമായിരുന്നു. പിന്നെ പിന്നെ എനിക്ക് നിന്നോട് ഇഷ്ടം തുടങ്ങി. എന്നെ ഈ രാക്ഷസ രൂപത്തിൽ നിന്ന് മനുഷ്യരിലേക്ക് കൊണ്ടുവന്നത് നീയല്ലടി പെണ്ണെ. എൻ്റെ അടുത്തൊന്ന് കിടക്കും. എന്നെ കെട്ടിപ്പിടിച്ചിട്ട് എനിക്കിനി ഈ ലോകത്ത് അധികം നേരമില്ലെന്നാ തോന്നുന്നു. ജാനകി നീ എന്താ മോളെ പറയുന്നത്? നിനക്ക് ഇനിയും സമയമുണ്ട്. എൻ്റെ കൂടെ ജീവിക്കല്ലേ? നമ്മുടെ മോളുടെ എനിക്കിപ്പോൾ വയ്യാത്തതല്ലേ? വേണ്ട പ്ലീസ് പ്ലീസ് ഗൗരിയേട്ടാ. ഡോക്ടർ കുറെ നേരം ഗൗരി ഉള്ളിലേക്ക് പോയിട്ട് ഇതുവരെ പുറത്തേക്ക് വന്നില്ല. ജാനകിക്കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? അവൾക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ ഡോക്ടർ? നിങ്ങളെല്ലാവരും ആ കുട്ടീനെ പോയി കണ്ടോളൂ. പിന്നെ കുഞ്ഞിനെ നേഴ്സിൻ്റെ കയ്യിൽ കൊടുത്തോളൂ കേട്ടോ. കുട്ടി 8 മാസമായിട്ടല്ലേ ഉള്ളൂ. അതുകൊണ്ട് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് കുട്ടിക്കുണ്ട്. ആ കുട്ടീനെ അവർ സിസ്റ്റർമാർ കൊണ്ടുപോയിക്കോളൂ. നിങ്ങൾ അകത്ത് പോയി കണ്ടോളൂ. ഇടയ്ക്ക് അവര് ജാനകിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇതിനെന്താ അവളെ കെട്ടിപ്പിടിച്ച് കിടക്കാണോ? ഗൗരി എഴുന്നേക്കടാ. നീ എന്താ ഈ കാണിക്കുന്നത്? അവൾക്ക് വയ്യാത്തല്ലേ? എഴുന്നേക്കടാ മോനെ. നമുക്ക് ഇതൊക്കെ വീട്ടിൽ പോയിട്ടാവാം. ഗൗരി മോനെ. ജാനകി മോനെ. എടാ ഗൗരവേ, നീ ഒന്നുകൂടി വിളിച്ച് ഞാൻ എഴുന്നേക്കടാ. ഇത് ഹോസ്പിറ്റലാണ്. എന്തിനാടാ അവൾക്ക് ഒന്നാമത് വയ്യാട്ടോ അവളുടെ മീതെ കയറി കിടക്കുന്നത്? ഏട്ടാ വിളിക്കണ്ട, വിളിച്ചിട്ട് കാര്യമില്ല. പോയി അവർ രണ്ടുപേരും നമ്മളെത്തിട്ട് പോയി. മോളെ ധാളിക എന്തെന്ന് വെറുതെ മേടിച്ച് കൂട്ടരുത്. വിളിക്കാം അവനെ. എടാ എണീക്കടാ. ഇതൊക്കെ വീട്ടിൽ പോയിട്ടാവാം. നീ എല്ലാവരും വെറുതെ പേടിപ്പിക്കരുത് കേട്ടാ. നിന്റെ മോളെ നീ എന്തെങ്കിലും ഏൽപ്പിച്ചിക്കണമെന്ന് മറക്കണ്ട. ജാനകിയെ നീ വീട്ടിൽ നിന്ന പോലെ ആ കുഞ്ഞിനെ വീട്ടിൽ തരത്തില്ല. നീ ഇങ്ങനെ എൻ്റെ അടുത്ത് ഓരോന്ന് കാട്ടിക്കഴിഞ്ഞാ. ജാനകി നീ എണീക്കടി. നിനക്ക് ആ കുഞ്ഞിനെ കാണണ്ടേ? അതിന് വെളുപ്പാൻ കൊടുക്കണ്ടേ? എണീക്കടി. എടാ രണ്ടുപേരും എണീക്ക്. എനിക്കാദ്യം വിളിക്കടി അവരെന്നെ. അയ്യോ, ഇതിനിപ്പോ ഞാനെന്താ കാരണം പറയാ? രാജകുമാരി രാക്ഷസനെയും രാജകുമാരനെ ഒരുപോലെ സ്നേഹിച്ചിട്ടുണ്ട്. അതിന്റെ കാരണം എന്താന്ന് ആർക്കും അറിയില്ല. രാജകുമാരിയുടെ മനസ്സിലുള്ള ഒരു ഉത്തരം മാത്രമാണത്. പക്ഷെ രാജകുമാരനെക്കാട്ടും ഒരു പടി മുന്നേ തന്നെയാണ് രാക്ഷസന്റെ പ്രണയം. അവൻ ജനിച്ചപ്പോൾ മനുഷ്യനായിരുന്നെങ്കിലും വളർന്ന സാഹചര്യം കൊണ്ട് അവനൊരു മൃഗവും രാക്ഷസനായി മാറിയത്. പിന്നെ അവനെ മനുഷ്യത്വത്തിലേക്ക് കൊണ്ടുവന്നത് ആ രാജകുമാരിയുടെ പ്രണയം. അവൻ നല്ലവനായി മാറിയതും അവൾക്ക് വേണ്ടി മാത്രം. അച്ഛന്റെ മാലാക്കുട്ടി എവിടെയാ? എന്താ അവിടെ? എന്റെ മാലാക്കൊച്ചിനെ 2 കിളവികളും കൂടി പേടിപ്പിക്കുകയാണോ? എന്റെ കൊച്ചിനെ പഠിപ്പിക്കുകയാണോ? കിളവിയോ? ഈ വൈൽഡ് വൈൽഡ് ബ്യൂട്ടിയോ? എന്തോടാ അത്? ഇടയ്ക്ക് അവൻ അതല്ല, അതിനപ്പുറം പറയും. അവനെ കണ്ടില്ലേ, കിളവനായി തുടങ്ങി. അവന്റെ മുടിയൊക്കെ നരച്ചു തുടങ്ങി. കണ്ടില്ലേ അവിടെ ഇവിടെയൊക്കെ നര വന്നിരുന്നു. എന്നിട്ടാണ് അവൻ പറയുന്നത്. ചേച്ചി നീ എന്തെക്കാട്ടും പ്രായത്തിനുള്ളതാ. അത് നീ മറക്കരുത് കേട്ടോ. നീയൊക്കെ മുടി നരച്ചെന്ന് ഡൈയടിച്ചാണെന്ന് നമുക്ക് അറിയില്ലെന്ന് വിചാരം. എന്താ ഇവിടെ രാവിലെ തന്നെ തുടങ്ങി ഇവിടെ ബഹളം? നിങ്ങൾക്ക് രണ്ടിടത്തിന് വേറെ ഒരു പണിയില്ലേ? ഇല്ലല്ലോ. ചേച്ചി അറിയില്ലെന്ന് പറഞ്ഞ് എപ്പം നോക്കിയാലും അടി ഉണ്ടാക്കി നടക്കുക.
മനുഷ്യന് ചെവിക്കൊരു ശ്വസം സ്വരമില്ല. ജാനകി കുട്ടി, മാലാഖി, ഇന്ന് പാ മോളെ. ആ രണ്ടിന്റെ അടുത്ത് നിന്നാലേ നീ വല്ല ജാമായിപ്പോ. ഇന്ന് പോര്. ആ രണ്ടും കൂടെ ആയിരുന്നു തന്നോട് എന്ത് ചോദിക്കും. ദേശ രണ്ടും കൂടെ പോവാ, നമുക്ക് കളിക്കാം. അയ്യടി, അച്ഛന്റെ വാവ ഇവിടെ പോന്നു. ഇവിടെ വാടി. ഞാൻ ഇവിടെ റൂമിൽ കൊണ്ടുപോവാം. ഇവൾക്ക് ഉറങ്ങേണ്ട സമയമല്ലേ, ഇപ്പൊ രാത്രി ഒരുപാടായി. അപ്പൊ ഞങ്ങൾ പോയി കിടക്കാൻ പോവാം. അപ്പൊ നമുക്കൊന്ന് പോയല്ലോ ജാനിക്കുട്ടി. വാ. ജാനിക്കുട്ടിയുടെ ജീവന്റെ ജീവനായ അച്ഛനല്ലേ ഗിരി. അങ്ങനെ തന്നെയല്ലേ നമ്മളെല്ലാരും ആഗ്രഹിക്കുന്നത്. അവർ രണ്ടുപേരും കാണാൻ എന്ത് ക്യൂട്ടാ. അവരെ കണ്ട് ഒരുപാട് സന്തോഷിക്കുന്നുണ്ടാവും എന്റെ മക്കൾ അവിടെ ഇരുന്ന്. ഡാഡ അച്ഛനെക്കാട്ടും അമ്മയെ സ്നേഹിക്കുന്നതുകൊണ്ട്. രാജകുമാരനെക്കാട്ടും രാജകുമാരിയെ സ്നേഹിച്ചത് രാക്ഷസനാണ്. അതെന്താ? രാക്ഷസനും പൊട്ടയല്ലേ? രാജകുമാരിയെ ഒരുപാട് സ്നേഹിച്ചത് രാക്ഷസൻ തന്നെയാണ്. എന്തിനു പറയുന്നു? രാജകുമാരനെക്കാട്ടും ഒരുപാട് കൂടുതൽ രാക്ഷസൻ അവളെ പ്രണയിച്ചിരുന്നെന്ന് വേണം പറയാൻ. സ്വന്തം പ്രണയിനിയായ രാജകുമാരിയുടെ ജീവനോടെ പൊലിഞ്ഞപ്പോ ആ രാക്ഷസൻ അവളുടെ നെഞ്ചോട് ചാരിക്കിടന്ന് അവന്റെ ജീവൻ അവിടെ വെടിഞ്ഞു. അവളില്ലാത്ത ലോകത്ത് അവനില്ലെന്ന് അവൻ തെളിയിച്ചു. വാക്കുകളിലൂടെയല്ല, പ്രവൃത്തിയിലൂടെ. രാക്ഷസന് രാജകുമാരിയോടുള്ള പ്രണയം ഭ്രാന്തമായതാണെങ്കിലും അത് ദിവ്യമായതാണ്. മനസ്സിലാവേണ്ട പ്രായമാകുമ്പോൾ നിനക്കെല്ലാം മനസ്സിലാവും. നീ കിടന്ന് ഉറങ്ങാൻ നോക്കടിക്കല്ലേ. ആ